മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും. അതുപോലെ തന്നെ ഇതൊരു പുതിയ ചാനലാണ്. പഴയ ചാനലിൽ നിന്ന് ഒരു പുതിയ ചാനലിലേക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നു. ചില സാങ്കേതിക വിഷയങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കുക. ഇപ്പോഴേ ഞാനങ്ങനെ പറയാറ് ഇല്ലായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോൾ അത് ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. നല്ല നല്ല വിഷയങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പൂയ നക്ഷത്രത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. 1202 ആണ്ട് ചിങ്ങമാസം തുടങ്ങി അടുത്ത മൂന്ന് വരുന്ന കർക്കിടകം വരെ, എന്നുവെച്ചാൽ 1203 ആണ്ട് കർക്കിടകം വരെയുള്ള ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പൂയ നക്ഷത്രം കർക്കിടക കൂറാണ്. അപ്പോൾ ആ കർക്കിടകത്തിൽ ഇപ്പോൾ വ്യാഴം നിൽക്കുന്ന സമയമാണ്. ശരി, കണ്ടകശനി ഏഴരശനി മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈശ്വരാധീനം സാമാന്യനുള്ള സമയമാണ്. ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഈശ്വരനെ നന്നായിട്ട് വിളിക്കുക. ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ് ഈ വർഷം പൂയ നക്ഷത്രക്കാർക്കെന്നാണ് ആചാര്യവാദം പറയുന്നത്. ഞാൻ തന്നെ ഗണിച്ച് എഴുതുന്ന സാധനങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ സന്ദർഭം അനുസരിച്ച് പെരുമാറാൻ കഴിയും. അതുപോലെ തന്നെ ശത്രുക്കളുടെ ശല്യങ്ങൾ പരിധി വരെ പരിഹാരം ഉണ്ടാകും. പ്രയാസങ്ങളുണ്ടാകും. പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന വിലപ്പെട്ട വസ്തുക്കൾ കൈവശം വന്നു ചേരുകയും, അല്ലെങ്കിൽ നമ്മുടെ ഭൂമി അങ്ങനെയൊക്കെയുള്ള സാധനം, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഭൂമി വസ്തുവകകളെ അല്ലെങ്കിൽ സ്ഥാവരജംഗമ വസ്തുക്കളൊക്കെ കിട്ടാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. രോഗികൾക്ക് ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ വരാതിരിക്കുന്നവർക്ക് സർവ്വകാര്യങ്ങളിലും തുടക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് നന്മയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ കാലതാമസം നേരിടാനുള്ള സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയുണ്ട്. വസ്തുവകകൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ചിലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അലസത കാണിക്കാൻ സാധ്യതയുണ്ട്. രോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കുന്നതും വാണിജ്യ വ്യവസായ നടത്തുന്നത് അനുകൂലമായി കാണുന്നു. അപവാദങ്ങളും ആരോപണങ്ങളും സ്ഥിരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് പൂയ നക്ഷത്രക്കാർക്ക് പൊതുവെ ചെറിയ ചെറിയ അപവാദ ആരോപണങ്ങളൊക്കെ ഉണ്ട്. ദേഷ്യം മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. ആൾക്കാരുമായിട്ട് ഇടപെടുത്ത് വിധാനം ഒന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മനക്ലേശം ഉണ്ടാകാനും ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രായമുള്ള മനുഷ്യരൊക്കെ ആണെങ്കിൽ ആശുപത്രി കയറ്റവും ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. നമുക്ക് അസുഖം കൂടുന്നതോറും നമ്മൾ ഏറ്റവും അസുഖം ഉള്ളപ്പോൾ നമ്മൾ ഡോക്ടറെയാണ് ആദ്യം കാണേണ്ടത്. ചില മണ്ടത്തരം കാണിക്കും. ചെറിയ ചെറിയ അസുഖമുണ്ട്, ചില ജ്യോതിഷി മാവാന്തരികനാന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഇപ്പം ഞാൻ മാറ്റിത്തരാം, വട്ടുവരെ മാറ്റിത്തരാം എന്ന് പറയുന്ന കക്ഷികളുണ്ട്. വെറുതെ മക്കളെ വെച്ചാൽ ഭ്രാന്ത് വരെ മാറ്റിത്തരാമെന്ന് പറയുന്നതുണ്ട്. അങ്ങനെയൊന്നും പൂജയിലൂടെ നടക്കത്തില്ല, നിങ്ങൾ മനസ്സിലാക്കണം. മാന്യമായ രീതിയിൽ ചിലത് നടന്നിരിക്കുക, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. വെച്ചാൽ ബാധാസംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും. പക്ഷേങ്കിൽ ആദ്യം നമ്മൾ ഡോക്ടറെയാണ് കാണേണ്ടത്. ആ ഡോക്ടറെ കണ്ടിട്ട് ഒരു പരിഹാരം നിശ്ചയിച്ചതിന് ശേഷം അതിൽ നിന്നും ഔഷധം കഴിച്ച് ഫലമില്ലാതെ വരികയാണെങ്കിൽ ഡോക്ടർ തന്നെ പറയുമല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ദേവാലയത്തിലോ അല്ലെങ്കിൽ അവിടെ കൂടെ നിങ്ങൾ ദൈവത്തെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കൂ, ബാക്കി എന്നെ കഴിയാമെന്നൊക്കെ ഞാൻ ചെയ്തു തരാം. ഇതേ രീതിയിൽ ജ്യോതിഷനും പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ തലവരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിധിയെയോ അല്ലെങ്കിൽ യോഗങ്ങളെയോ എനിക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്കൊരു രാജയോഗം ഉണ്ടെങ്കിൽ എനിക്ക് തടസ്സപ്പെടുത്താൻ പറ്റുമോ? ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്കാണെങ്കിൽ കാളസർപ്പ യോഗമുള്ളതാണ് അല്ലേ? ചക്രവർത്തി യോഗത്തിന് തുല്യമായിട്ടല്ലേ ഓറയിൽ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യഥാസമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരും. ഓഹരികൾ, വസ്തു വിൽപ്പന എന്നിവ ധനാഗമനം ഉണ്ടാക്കും. കൂട്ടുകൃഷി ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തിയേക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് പോകാതിരിക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ പോലും നമുക്ക് ശത്രുവാകുന്നതും ബന്ധുക്കൾ ഒന്നും ഒരു പ്രയോജനത്തിൽ വരാത്തതുമായിട്ടുള്ള ഒരവസ്ഥയുണ്ടാവും. കുറ്റങ്ങൾ മാത്രം നിങ്ങളെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഭാര്യയുമായിട്ട് അല്പസ്വല്പം കലഹങ്ങളും മക്കളുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് നിൽക്കുന്ന മക്കളിൽ നിന്ന് ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഉണ്ടാകും.
കായിക മേഖലയിലും അല്ലെങ്കിൽ കർമ്മ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും പൊതുമേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പം പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ നാളെ ഒരിക്കൽ പഞ്ചായത്ത് ദിവസം ഉണ്ടാകും ഒരു അടി, അല്ലെങ്കിൽ ഇപ്പം ബ്രാഹ്മണ സഭയുടെ പിന്നെ സെക്രട്ടറി ആണെങ്കിൽ ചിലപ്പോൾ നാളെ ഇത് പ്രസിഡന്റ് ആയിരിക്കാം. ഒരു സ്റ്റെപ്പ് മേലോട്ട് വെക്കാനുള്ള, അല്ലെങ്കിൽ ഒരു KPC രാഷ്ട്രീയം പറയാറില്ല എങ്കിൽ തന്നെ CPM അങ്ങനെയൊക്കെയുള്ള ഉന്നത തലത്തിലൊക്കെ ഇവിടെ BJP ഇങ്ങനെയൊക്കെയുള്ള ഉന്നത തലത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ആൾ പിന്നെ അല്ലാതെ ഒന്നുകൂടെ ഒരല്പം പിന്നെ ആകാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ബന്ധുക്കളുമായി രമ്യതയിൽ പ്രവർത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഉദ്യോഗത്തിൽ സ്ഥാനമാറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട് പുതുക്കി പണിയാനും വീട് മോടി പിടിപ്പിക്കാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. പുതിയ വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്നതായിട്ടുള്ള സമയമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ജ്യോതിഷിയെ കണ്ടിട്ട് നിങ്ങളുടെ യോഗമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലേ മാത്രമേ ഉള്ളൂ. ശത്രുശല്യം നല്ലതായിട്ടുണ്ടാവും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കൂടെ നിൽക്കുന്നവർ പോലും നിങ്ങളെ ചതിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. മാതൃഭൂതി ഭാഗങ്ങൾ അനുകൂല സമയത്ത് പിന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആരെ സഹായിച്ചെന്ന് പറഞ്ഞാലും അവരൊരു ശത്രുതാ മനോഭാവത്തിൽ പിന്നീട് വരുന്നതായിട്ടുള്ളൊരു അവസ്ഥാന്തരം ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ സ്വയം സൂക്ഷിക്കുക. നല്ല പദവിയും സമൂഹത്തിൽ പ്രതാപവും വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല അവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. ഒരു ജോലിയുടെ ആണെങ്കിലും സംഗീതത്തിൻ്റെ ആണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും മറ്റു കാര്യത്തിൻ്റെ ആണെങ്കിലും അത് നമ്മൾ എങ്ങനെയെങ്കിലും കർമ്മമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹരേ രാമ 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 നമഃശിവായ എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല, ഒരു സാധനം ഉണ്ടാകത്തില്ല. അതിൻ്റെ കൂട്ടത്തിലാണ് മുന്തിൻ്റെ കൂടെ തെള്ളുന്ന രീതിയിലാണ് ഈ പ്രാപഞ്ചിക ശക്തിയായിരിക്കുന്ന നമുക്കൊക്കെ വിശ്വാസമുള്ള മാക്സിമം ആൾക്കാർക്ക് ഒരു 70% കൊണ്ടുവന്ന് 70 അല്ലെങ്കിൽ 80% കൊണ്ടിരുന്നു. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ വിശ്വാസം ഇല്ലായിരിക്കും. അതും ഒരു വിശ്വാസമാണ് അല്ലേ? വിശ്വാസം ഇല്ല, ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമല്ലേ. ദൈവം ഉണ്ടെന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്, അന്ധവിശ്വാസം. അന്ധമായിട്ട് വിശ്വസിക്കുന്നത് അതും ഒരു വിശ്വാസത്തിലാണ് എല്ലാം ഉറച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ പോലും പറയുന്നത് എന്തോ വിശ്വാസം രക്ഷിക്കപ്പെടും എന്നൊക്കെ പറയുന്നത്. അപ്പം ബൈബിളൊക്കെ വായിക്കുക. ക്രിസ്ത്യൻസൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ബൈബിളും അതിൻ്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുക, നന്മകൾ ചെയ്യുക, പള്ളിയിലൊക്കെ പോവുക. അപ്പോൾ നന്മയും ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ ജന്മവ്യാഴമായതുകൊണ്ട് മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രസാദിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, പിതൃപൂജ, അർച്ചന, മഞ്ഞപ്പെട്ട്, തുളസിമാല, പാൽപ്പായസം, പിതൃപൂജ എന്നിത്യാദിയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാളിൽ ഒന്നുകൂടെ ഉഷാറായിരിക്കുന്നതിനുള്ള ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യന് ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ തമ്മിൽ കാണണ്ടേ കാണുന്നവരെല്ലാം മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദിയും അതുപോലെ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷവും ശ്രീപത്മനാഭൻ്റെ കടാക്ഷവും കൊടുങ്ങല്ലൂർ നമ്മുടെ കടാക്ഷവും ഉണ്ടാകട്ടെ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.